എന്താ ഒരു പൊട്ടലും ചീറ്റലും? എന്താ സംഭവം? ഒരു ഹാപ്പിനെസ്. എന്തിന്റെ പേരിലാണ് ഇപ്പൊ ഈ ഹാപ്പിനെസ്? കുട്ടികളാണ് ഈ വരുത്താറിയെ ധന്യമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു വരുന്നത്. ഒരു ജാഥ വരുന്നുണ്ട്. എന്ത് ജാഥയാണ് ഇപ്പത്? DYFI കൊഴിഞ്ഞാമ്പാറ പ്രവർത്തക കൂട്ടായ്മ. അത് പുതിയൊരു പരിപാടിയാണല്ലോ. വില്ലേജ് സമ്മേളനം അല്ല. പിന്നെ ഇപ്പൊ ഇതെന്താ? ഒരു ഹാപ്പിനെസ്. കഴിഞ്ഞ ഒരു 10-20 ദിവസം മുമ്പ് തോന്നിയതുപോലെ ചില ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് DYFIയുടെ ഒരു കൺവെൻഷൻ ഇവിടെ നടത്തുകയുണ്ടായി. DYFIയുടെ കമ്മിറ്റി ഒന്ന്, ജാഥ വേറൊന്ന്, 2-3 കമ്മിറ്റിയോ? ആദ്യം കേട്ടത് ഒന്നെന്നാണെങ്കിൽ ഇപ്പൊ വന്ന ദൃശ്യങ്ങളിൽ നിന്ന് 3 അതെന്താ പാലക്കാട് ഒരു കമ്മിറ്റിക്ക് തന്നെ 2 ടീമുണ്ടോ? പാലക്കാട്ടെ CPM പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും മനസ്സിലായിട്ടില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. പാലക്കാട്ടെ പാർട്ടിനെ പറ്റി നിങ്ങൾ എന്താ വിചാരിച്ചേ? അവിടെ പാർട്ടിക്ക് ഒരു സ്ഥലത്ത് തന്നെ 2 കമ്മിറ്റി, DYFIയുടെ വില്ലേജ് കമ്മിറ്റി 2 ഇങ്ങനെ ഇത്രക്കും ശക്തി പാർട്ടി വേറെ എവിടെയുള്ളേ? കഴിഞ്ഞ ഒരു 10-20 ദിവസം മുമ്പ് തോന്നിയതുപോലെ ചില ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് DYFIയുടെ ഒരു കൺവെൻഷൻ ഇവിടെ നടത്തുകയുണ്ടായി. തോന്നിയതുപോലെ കൺവെൻഷൻ നടത്തിയത് കൺവെൻഷന് പങ്കെടുക്കാത്ത നാട്ടുകാർ മുഴുവനും അറിഞ്ഞു. കേരളീയ പൊതുസമൂഹം തിരിച്ചറിയുകയാണ്. പൊതുസമൂഹം അറിഞ്ഞെങ്കിലും അവിടുത്തെ DYFIക്കാർ അറിഞ്ഞില്ല. എത്ര യഥാർത്ഥത്തിലെ DYFIയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ ഇവരൊന്നും ഈ കാര്യങ്ങൾ അറിയില്ല. യഥാർത്ഥ DYFI, ഡ്യൂപ്ലിക്കേറ്റ് DYFI അങ്ങനെയൊക്കെ ഉണ്ടോ മാഷേ? ഇതെന്താ 2 ഉണ്ടോ? ഒരു മനുഷ്യൻ തന്നെ 2 ഒരേ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നു. ആ മനുഷ്യൻ നമ്മൾ കാണുന്ന മനുഷ്യനുമാണ്, നമ്മൾ കാണാത്ത മനുഷ്യനും ചേർന്നതാണ് ഒരു മനുഷ്യൻ. ഇപ്പൊ മനസ്സിലായോ? മാഷ് പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന DYFIയും നമ്മൾ കാണാത്ത DYFIയും ഇത് 2 കൂടെ ചേർന്നതാണ് കൊഴിഞ്ഞാമ്പാറയിലെ ഒറ്റ DYFI. ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, കേൾക്കുന്നതിന്റെ അപ്പുറം കേൾക്കാനും വരികൾക്കിടയിൽ വായിക്കാനുമുള്ള മലയാളിയുടെ ശേഷി കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിലനിൽക്കുന്നത്. അതാണ്, കേൾക്കണേൻ്റെയും കാണുന്നതിൻ്റെ ഒക്കെ അപ്പുറത്ത് നമ്മൾ വായിച്ചറിയണം. എന്നാലേ ഇത് 2 കൂടെ ഒറ്റൊന്നാന്ന് മനസ്സിലാവുള്ളൂ. അടുത്ത കാലത്ത് കോൺഗ്രസിന്റെയും BJPയുടെയും എല്ലാം പ്രവർത്തകരായിരുന്ന കുറെ ആളുകളെ ഇവരാണ് DYFI എന്നും പറഞ്ഞ് കുറെ DYFIയുടെ ആളുകളെ ഉപയോഗിച്ചിട്ട് കമ്മിറ്റിയെല്ലാം രൂപീകരിച്ച് പോയാൽ ഇതൊന്നും അംഗീകരിക്കാൻ ഒരു തരത്തിലും കഴിയില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഇവരിന്ന് യോഗം ചേർന്നിട്ടുള്ളത് DYFI. അപ്പോൾ കൊഴിഞ്ഞാമ്പാറയിൽ ചില്ലറ പ്രശ്നമല്ല, പാർട്ടിക്ക് മുകളിൽ കറ വീണു. ഇനിയിപ്പോൾ അതെന്താ ചെയ്യുക? ഈ കറ പറ്റിയ അശുദ്ധമായ കയ്യെ അറേബ്യയിലെ എല്ലാ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കഴുകിയാലും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ തെളിവാണ്. അതിന്റെ തെളിവാണ് ഈ പൊട്ടിത്തെറികൾ. പക്ഷെ കൊഴിഞ്ഞാമ്പാറയിലെ ചിലതൊക്കെ ശരിയാക്കാനാണ് ഈ വരവ്. ആ താല്പര്യം കൊണ്ട് അവിടെ ഇരുന്നാ മതി, ഇങ്ങോട്ട് വരണ്ട. അതാ പാലക്കാട്ടെ പാർട്ടിക്കാരെ സംഗതി കൈവിട്ടുട്ടോ. അവസാന വട്ടം കൈവിട്ട കളിക്ക് മുതിരുകയാണ്. അതിന് ഞങ്ങൾ മറുപടി കൊടുക്കുന്നത്. പക്ഷെ മറുപടി കിട്ടുന്നത് വരെ കാത്തു നിൽക്കാനൊന്നും കൊഴിഞ്ഞാമ്പാറയിലെ സഖാക്കൾ തയ്യാറല്ല. അവസാന വട്ടം കൈവിട്ട കളിക്ക് മുതിരുകയാണ്. കൈവിട്ടു. ഇനി പാർട്ടി വിടുവോ, പാർട്ടി ഇവരെ വിടുവോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം.